ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെൻ്റെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് ജന്മാഷ്ടമിയായിട്ട് ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാണ്, മ്യൂണിക്കിലുള്ളത്. അപ്പം എനിക്കിവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡൽഹിയിൽ നിന്ന് ഉള്ളൊരു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല സാരിയൊക്കെ ഉടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോകുന്നത് ഇവിടെ വന്നിട്ട്. അതിപ്പം ജന്മാഷ്ടമിയായിട്ട് തന്നെ കൃഷ്ണൻ്റെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ. കുളിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. അപ്പം ഇന്ന് സാരിയാണ് ഉടുക്കുന്നത്. 3 മണിക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട്. അപ്പം എനിക്കിവിടെ ഒരു 2-2:30 ആകുമ്പോഴത്തേക്കിനും അവിടെ ചെല്ലണം. ഇപ്പം സമയം എങ്ങാണ്ട് 12:30 ആയതേ ഉള്ളെന്ന് തോന്നുന്നു. കാരണം എനിക്ക് സാരി ഉടുക്കാൻ നല്ല സമയം വേണം, അമ്മയും കൂടി ഇല്ല. അപ്പോൾ നല്ലതായിട്ട് ഉടുക്കാം. ഇത് പിന്നെ ഷിഫോൺ സാരിയാണ് ഞാൻ ഉടുക്കുന്നത്, കേരള സാരിയല്ല ഉടുക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. നമുക്കിനി ഒരുങ്ങാം. ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ട്രഡീഷണൽ രീതിയിൽ ഒരുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇച്ചിരി ഫാഷനായിട്ടുള്ള സാരിയാണ്. ബട്ട് ഞാൻ എനിക്ക് സെറ്റ് സാരി ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് സെറ്റ് സാരി ഭയങ്കര ബുമ്മ ഇനി അതൊക്കെ തേക്കണം. ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചു, കാരണം എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ജന്മാഷ്ടമി ഇവിടെ ആഘോഷിക്കുമെന്നും അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിവേ, നമുക്ക് ഒരുങ്ങാം. ഓക്കെ. ഞാൻ അങ്ങനെ നോയമ്പും കാര്യങ്ങളും ഒന്നുമല്ല, പക്ഷെ കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ എന്തായാലും ഇന്ന് എനിക്ക് ഫ്രീയും കൂടെ. അപ്പം ഒരവസരം വരുമ്പം ഇതെൻ്റെ ആദ്യത്തെ അമ്പലമാണ്. ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നത് ഇവിടെ വന്നിട്ട്. അപ്പോൾ അത് കുറച്ച് കളറാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോയും എടുക്കാം, സാരിയും എടുക്കാം. അങ്ങനെ നമ്മുടെ അവിടെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അടുത്ത്. അവിടെ ഞാൻ ഓർക്കുന്നില്ല, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി, അവിടെ നല്ല പരിപാടിയായിരിക്കും. നാട്ടിലൊക്കെ നല്ല പിള്ളേർ മറ്റേ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി. ശ്രീകൃഷ്ണ ജയന്തി തന്നെയല്ലേ ഈ ജന്മാഷ്ടമി? ഐ തിങ്ക് സോ. ശ്രീകൃഷ്ണ ജയന്തി അവിടെ ഭയങ്കര ആഘോഷമാണ്. നമ്മൾ പിള്ളേരൊക്കെ കൃഷ്ണനും രാധയായിട്ടൊക്കെ ഒരുങ്ങി. അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, ഗാന്ധി ജയന്തി. അതെ. ശ്രീകൃഷ്ണ ജയന്തി തന്നെയാ. അയ്യോ, ശ്രീകൃഷ്ണ ജയന്തിയാ കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി എന്ന് തന്നെ പറയുന്നത്. അപ്പം കൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങി രാധയായിട്ടൊക്കെ ഒരുങ്ങി പോകുന്ന സംഭവമാ ഗൈസ്. അതല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മളെ കൊണ്ടാവാവുന്നത് നമ്മൾ ചെയ്യുക. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചുകൊണ്ട് പോവാം.
ഞാനൊരു റീല് കണ്ടിട്ടുണ്ട്, അതേ എന്നെ കാണാൻ വരുന്നില്ലേ, എന്നാ വേഗം വന്നോളൂ കേട്ടോ, അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പൻ പറയുന്നത് ഒരു റീലുണ്ട്. നല്ല രസമാണ്. എനിക്ക് എപ്പോഴും കാണുമ്പോഴത്തേക്കിനും ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നും. നല്ല രസമാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ, ദൈവത്തിന് 100 നന്ദി. ഇവിടുത്തെ എങ്ങനെയാ പൂജയും കാര്യങ്ങളോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ ഗുജറാത്തി സ്റ്റൈലിൽ നല്ല സുന്ദരനായിട്ട് ഒരുക്കി നിർത്തത്തില്ല, മറ്റേ ഡയമണ്ടിൻ്റെ ഒക്കെ രീതിയിലുള്ള വെളുത്ത കൃഷ്ണനും രാധയും, അതാണെന്ന് തോന്നുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അപ്പം അവരെല്ലാവരും ചിലപ്പം ഇന്ത്യൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പം എല്ലാവരെയും കാണാനും സാധിക്കും. ഇന്ത്യൻ വെയറിൽ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നിങ്ങൾ എന്ത് പറയുന്നു? കാരണം ഇവിടെ വന്നിട്ട് അങ്ങനെ എനിക്ക് ഈ അമ്പലത്തിൽ പോയോ അങ്ങനെയൊന്നും അനുഭവങ്ങളില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കിനും നല്ല ഹാപ്പിയാണ്. ഞാൻ ഇതൊക്കെ ചുമ്മാ ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെ അടിപൊളിയായിട്ട് വേണമെന്നൊന്നും ഓർത്തിട്ടല്ല, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ബട്ട് എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. അപ്പോൾ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മറ്റേ കദളിപ്പഴവും പിന്നെ എന്തുവാ ലോട്ടസും ഒക്കെ ആയിട്ടല്ലേ പോകുന്നത്. ബട്ട് ഇവിടെ നമുക്ക് അതൊന്നും കിട്ടത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങൾ സ്നേഹത്തോടെ കൊണ്ട് തന്നാലും ഞാനത് സ്വീകരിക്കും. മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ കൊണ്ട് തരുവാണെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു കളിപ്പാട്ടമാണെങ്കിൽ പോലും അത് ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ ഓർത്തു കുറച്ച് ഇത് കൊടുക്കാമെന്ന്, നമ്മുടെ ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 2 ട്രേ മാറി കയറണം, എന്നിട്ടാണ് പോകേണ്ടത്. എൻ്റെ മറ്റേ പല കളറുള്ള പൊട്ടിൻ്റെ അതിലല്ല, ഞാനിവിടെ മറ്റേ ഗോപികമാരെ പോലെ ഇങ്ങനെ നല്ല സ്റ്റൈലിലൊക്കെ ചെയ്തുകൊണ്ട് പോയാണ്. ശ്രീകൃഷ്ണ ജയന്തിയാ അവിടെ ഇപ്പം നല്ല ഇന്ന് ശനിയാഴ്ചയും കൂടെ അല്ലേ, അവിടെ നല്ല ആഘോഷമായിരിക്കും. പല കുട്ടികൾ, കുഞ്ഞു പിള്ളേരൊക്കെ കൃഷ്ണനായിട്ട് വരും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഗുരുവായൂർ നല്ല പരിപാടിയായിരിക്കും. ഉറിയടിയും ഞങ്ങളുടെ അവിടെ വൈകിട്ടാണ്, ഒരു 3:30-4 ആകുമ്പോഴത്തേക്കിനും ഘോഷയാത്ര ഇറങ്ങും. അപ്പം അങ്ങനെ എന്നിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവുക. അല്ലെങ്കിൽ ചെണ്ടമേളം കേൾക്കുമ്പോൾ ചെണ്ടപ്പുറത്ത് കോല് വീണ അവിടെ ഞാൻ കാണും. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നോക്കിയല്ലേ പറ്റത്തുള്ളൂ ഗൈസ്. എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുക. പിന്നെ ദൈവം ഓരോ വഴി ഇങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ പോവുക, പറ്റിയ കാണുക, തിരിച്ച് വരിക. ഞാൻ രാവിലെ മറ്റേ കുഞ്ഞി കൃഷ്ണ എനിക്ക് ഇവിടെ ഉണ്ട്, ഞാൻ ബർത്ത്ഡേ ഒക്കെ പാടി, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കൊടുത്തിട്ടുണ്ട്. സന്തോഷവാനായിട്ടിരിക്കുകയാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ വേണ്ടി. എല്ലാ ഡാൻസേഴ്സിൻ്റെയും ആഗ്രഹമാണ് ഗുരുവായൂർ ഡാൻസ് കളിക്കുക എന്നുള്ളത്. എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഡാൻസ് ടീച്ചർ RLV ഗായത്രി ടീച്ചറിനൂടെ എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. ഇന്നലെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്.
34 ആയിരുന്നു. ഇന്നിപ്പം കുറച്ച് തണുപ്പും ചൂടും എല്ലാം കൂടെ മിക്സാണ്. അപ്പം നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചൂട് കാരണം ഈ സാരിയൊക്കെ എടുത്തുകൊണ്ട് ചൂടിനകത്തോട്ടൊക്കെ ഇറങ്ങി. എന്നാലും ഞാൻ ഇതെടുക്കും. ഇവിടുത്തെ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്കിന്നങ്ങ് ഡാമേജ് ആവും. നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ 38, 42, 45 ഒക്കെ. പക്ഷെ നമ്മുടെ സ്കിന്നിന് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല, മനസ്സിലായോ? ബട്ട് ഇവിടുത്തത് അങ്ങനല്ല ഗൈസ്. ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ ഇടുന്നില്ല. എനിക്ക് നമ്മുടെ ഇതിരിപ്പുണ്ട്, പൊട്ടുണ്ട്. ചെറിയ പൊട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് വരുന്നത്. വലിയ പൊട്ട് വലിയ പൊട്ടൊക്കെ തൊട്ടിട്ട് കാലം നോക്കാൻ പറ്റും. അയ്യോ, ഞാനിങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് കുറേ നാളായി ഗായ്സ്. 8 മാസത്തോളമായി. എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഒന്ന് എഴുതിയിട്ടറിയാമോ? എന്നെ കാണാൻ വേറെ ആരാണ്ട് എപ്പോലെ ഇരിക്കുന്നു. അയ്യോ, എനിക്ക് കരച്ചിൽ വരുന്നു. അല്ലെങ്കിൽ ഏത് സമയവും ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന ഞാനാ. നമുക്ക് മുടി ഉണക്കാം. ചെടയുണ്ട് ഗൈസ്. കാരണം ഞാനാണെങ്കിൽ മിനിങ്ങാന്നാണെന്ന് തോന്നുന്നു ഒരു പാർട്ടിക്ക് പോയായിരുന്നു. അപ്പം ഞാൻ സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ച് കഴുകി. ഞാനത് എണ്ണ തേക്കാതെ കഴുകിയത്. കുറച്ച് ഒരു ഹറിയാകണം, കാരണം ഉടനെ പോണം ഗൈസ്. അവരെന്നെ വിളിച്ച് 2 മണിക്ക് ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലണം. അതായത് 1:30 ആകുമ്പോൾ എനിക്ക് അവിടെ ചെന്നാലും 2 മണിക്ക് ട്രെയിൻ കിട്ടത്തുള്ളൂ. സംശയം ചുരുട്ടി ഇടണോ അതോ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അടി മാത്രം ചുരുട്ടണോ? ഐ തിങ്ക് ചുരുട്ടി ഇടുന്നതായിരിക്കും നല്ല. മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷേ ഇത് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല താഴെ വരെ നിൽക്കുമെന്ന്. ചുരുങ്ങി കിടക്കുവാണ് ഗൈസ്. പിന്നെ എന്തെങ്കിലാണെങ്കിൽ പിന്നില്ല ഗൈസ്. എൻ്റെ മുടി ഒക്കെ നട്ടിട്ട് എനിക്ക് പേടിയാണ്. ഇങ്ങനെ പോലെ ഗൈസ് നല്ലല്ലേ? ഞാൻ എടുത്ത് കൂട്ടുന്നല്ലോ. പിന്നില്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ്. സ്ട്രെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ഐ തിങ്ക് സോ ചുരുട്ടി ഇടുന്നതാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. ഇനി നമുക്ക് ഈ കമ്പലിട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ ഇടുന്ന കമ്മൽ ഗൈസ്.
കൺപീലി ചെയ്തില്ല എൻ്റെ ദൈവമേ. അതെന്തോ ഒരു കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ റിഗ്രറ്റ് അടിച്ചാൽ. ലിപ്സ്റ്റിക്കും കൺപീലിയൊക്കെ ഭയങ്കര സീനാണ്. നമ്മൾ നന്നായിട്ട് ഒരുങ്ങുമ്പോൾ ഇത് എഴുതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർത്താൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ കോൺഫിഡൻസ് ഫുള്ള് പോകും. കണ്ടോ എഴുതിയപ്പോൾ മാറ്റം. ഇച്ചിരി ഹൈലൈറ്റർ എടുത്ത് മൂഞ്ചിയിൽ ഐ ഹോപ്പ് ഗൈസ് കാണാൻ കൊള്ളാമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഈ വളകൾ ഒരു കയ്യിലിട്ടിട്ട് മറ്റേ കയ്യിൽ ഞാൻ വാച്ചിട്ടു. Maybe today I can take some photos also or videos. അപ്പോൾ ബാഗിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾക്കം വേണം. ഈ ബബിൾക്കം വേണമെന്നില്ല, പേഴ്സ് വേണം, ഇത് രാവിലത്തെ ടിക്കറ്റ് വേണം, പിന്നെ പൊട്ട് വേണം, കല്ലുപൊട്ട് വേണം, അത് പോവും മിക്കവാറും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ എടുത്തേക്കാം ഇൻ കേസ്. ബ്ലഷ് ഐ തിങ്ക് സോ നോ, ജസ്റ്റ് കുറച്ചും കൂടി ഇട്ടേക്കാം. ബ്ലഷ് വേണ്ട, ബട്ട് മെയിൻ ഐറ്റം ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതും എടുത്തേക്കാം. ഇന്നൊന്നും ഇല്ലല്ലോ, പിന്നെ എല്ലാം വന്നിട്ട് വൃത്തിയാക്കാം. യെസ് ഗൈസ്, അപ്പം ഞാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ വേഷം. ഞാൻ ഫുള്ള് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരും. ഞാൻ റെഡിയായി ഗൈസ്. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് ഞാൻ ഇറങ്ങി. ഞാനിപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ. സോ എനിക്ക് എന്തെങ്കിലും ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കാനുണ്ടാക്കി തരാമെന്നും പറഞ്ഞു. സോ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങളുടെ കാദംബർജിയുടെ വീട്ടിൽ വന്നു. അപ്പം എനിക്ക് ഞങ്ങളുടെ സുജാതാജി ഉണ്ടാക്കി വെച്ചിരുന്നതൊക്കെ കണ്ടോ. പനീർ മസാല, സാമ്പാർ, റൈസ് ആൻഡ് പക്കോട. വാവ്, ഇറ്റ്സ് സോ ടേസ്റ്റി. ആൻഡ് യുനോ നമ്മളിന്ന് വെജിറ്റേറിയൻ ആണ് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് 2 മണിക്ക്. അപ്പം ഞങ്ങൾ അതിന് കയറി മ്യൂണിക്കിൽ പോവും. അപ്പം ഈ ചേച്ചി വരും അവിടെ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുമ്മാ കറങ്ങി നടന്നിട്ട് തിരിച്ച് വരും. അങ്ങനെ നമ്മൾ കറങ്ങി നടന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരും. അങ്ങനെ അപ്പം അതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം കാദംബർജി മുഖം ഒരുങ്ങിയില്ലായിരുന്നു. അപ്പം ഇപ്പം ട്രെയിനിൻ്റെ ബാത്റൂമിൽ കയറി ഒരുങ്ങാൻ പോയേക്കുവാണ്. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളിനി ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ കയറണം. അടുത്ത ട്രെയിനിൽ കാണാം. ഇപ്പോൾ ഉറുബാനിലാണ് ഗൈസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഇവിടുന്ന് ഞങ്ങൾ ദാഹിക്കുന്നുണ്ട് നന്നായിട്ട്, നല്ല ചൂടുണ്ട്. നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാവേ. തപ്പി ട്രെയിനൊന്നും കിട്ടുന്നില്ലായിരുന്നു ഗൈസ്. അങ്ങനെ
അവസാനം അങ്ങോട്ടുള്ള ട്രെയിൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ട്രെയിൻ മാറി കയറി. അമ്പലം എത്താറായി. ഞങ്ങളിപ്പം അമ്പലത്തിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ക്രോസാണ്, സിഗ്നൽ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ജി say hi. Hi. This is my YouTube channel, okay? So you can say something. Hi. Happy Janmashtami. Happy Janmashtami. Jai Shri Krishna. Yeah. Hey, come. Yeah. This is signal. Yeah. Then yeah, we are on the way to temple. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു. Okay? Oh my god. गोविन्दमादिपुरुषं तमहं भजामि प्रियमसुन्दरमचिन्त्य गुणस्वरूपं गोविन्दमादिपुरुषं तमहं भजामि. There's a certain flavor when we think about Vrindavan. So let's see if we can create Vrindavan here. लेकिन आप ऐसे झिम के बैठे रहेंगे तो फिर तो नहीं होगा. बोलिए भगवान कृष्ण चंद्र लाल की. हरे कृष्ण ഓ മൈ ഗോഡ്, എൻ്റെ ദൈവം, എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഫീലാണെന്നറിയാമോ? ഭയങ്കര അടിപൊളി ഫീല് വരുന്നു. കാരണം ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ. എനിക്കറിഞ്ഞൂടാ, ഭയങ്കര രസമാണ്. നിങ്ങൾ ആ പാട്ട് തന്നെ കേട്ടോ, എന്ത് രസമല്ലേ? ഗൈസ്, ഞങ്ങളങ്ങനെ അവിടെ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ 8:30, ഇപ്പോൾ ഇവിടെ 6:30 ആയതുകൊണ്ട് 8:30 ആകുമ്പോഴത്തേക്കിനേ ഉള്ളൂ ഇനിയും പ്രസാദം കിട്ടുന്നത്. അപ്പം ഭയങ്കര പോസിറ്റീവ് വൈബ്, എന്താണെന്നറിയത്തില്ല, ഭയങ്കര രസമുണ്ടായിരുന്നു. ഐ ലൈക്ക് നമ്മുടെ ആ പ്രാർത്ഥനയും ഇവരുടെ, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇതാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഹിന്ദിയിലുള്ള പ്രാർത്ഥനയും പിന്നെ പ്രെയറും കാര്യങ്ങളും ഭജനാസും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹരേ കൃഷ്ണ. അപ്പം എനിക്കിപ്പം ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഇപ്പം വീക്കിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വരണം എന്നുള്ളൊരു തോന്നൽ വരും. ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര വൈബ്, ഭയങ്കര കാം, റിലാക്സ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ അതേ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാൻ പോവാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു. സോ കയറാൻ പോവുകയാണ് ഗൈസ്. You want some salt? This is Satvik Prasad. Today is Lord Krishna's birthday. Happy Janmashtami. Jai Shri Krishna. ഫോണിലെ ചാർജ് തീരാറായി. ലൈക്ക് 60 കൂടെ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവിടുന്ന് വേറൊരു ട്രെയിനുണ്ട്, അങ്ങോട്ട് കയറണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് നടന്നു പോകാം. എന്തായാലും എൻ്റെ ഫോണിൽ ചാർജ് ഞാൻ കുറച്ചെങ്കിലും വെക്കും. അപ്പം നമുക്ക് ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനിങ്ങനെ ജന്മാഷ്ടമി ആഘോഷിച്ചില്ല. നമ്മുടെ റിയലി നൈസായിരുന്നു. കുറേ ഭജനാസ്, പിന്നെ അവിടെ കേക്ക്,
ജന്മാഷ്ടമിയല്ലേ, സോ കേക്ക്, പിന്നെ കുറേ സ്വീറ്റ്സ്, ലൈക്ക് സെയിം നോർത്ത് ഇന്ത്യൻ ഇത്. എനിക്ക് നിങ്ങൾക്ക് എത്ര തന്നെ ക്ലിയർ ആവും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ മീൻ ഇപ്പോൾ വെട്ടം വരും. കേക്ക് ഇനം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതിൻ്റെ ഫുൾ ഞാൻ താങ്ക്സ് ഞാൻ കാദംബർജിയോട് പറയുന്നു. കാരണം ആളുടെ കൂടെ ചേച്ചിയുടെ കൂടെ പോയതുകൊണ്ടാണ് എനിക്കിതെല്ലാം എക്സ്പീരിയൻസ്. എൻ്റെ കമ്മലൊക്കെ ഞാൻ ഊരി വെച്ചു. ഇപ്പോൾ ലൈക്ക് 12 മണിയായി, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ട്രെയിൻ ഇത് ഫോഗുണ്ട്, നല്ല തണുപ്പാണ്. ലൈക്ക് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം യാ ഗൈസ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ അതിലങ്ങ് മുഴുകിയിരുന്നു പോയി, മനസ്സിലായോ? അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചതൊക്കെ ഞാൻ കാണിച്ചല്ലോ. സോ അതിലങ്ങ് മുഴുകിയിരുന്നു പോയി. ഇനിയിപ്പം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നാളെ ഞായറാഴ്ചയാണ്, പക്ഷേ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും